ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ബോയ് അവാർഡ്സ് എന്നൊരു ഇവന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വഴിയിട്ട് കുറെ ഒരു കത്തി സിമ്പിളുള്ള ഒരു ടോക്കൺ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കുറെ ടോക്കൺ എല്ലാവരുടെ അക്കൗണ്ടിൽ കാണും. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഇതുവഴി വേറെ എന്തെങ്കിലും ഇവന്റ് വരുന്നുണ്ടോ? ഒരു ടോക്കൺ വെച്ചിട്ട് വേറെ എന്തൊക്കെ ചെയ്യാം? അത് കൂടെ നമ്മൾ അടുത്തടുത്ത് വരുന്ന ഇവന്റ്സ് എല്ലാം നോക്കുന്നുണ്ട്. ഈ വീഡിയോ കൂടെ ആദ്യം തന്നെ ലൈക്ക് അടിച്ചാൽ സ്ക്രീൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ് സെർച്ച് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി തൊട്ട് അങ്ങനെയല്ല കേട്ടോ. ഇനി തൊട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പിൻ്റെ ജസ്റ്റ് നെയിമോ അതൊക്കെ തന്നെ അതിൻ്റെ തീം നെയിമോ അതൊക്കെ തന്നെ ജസ്റ്റ് അതിൻ്റെ കോഡൊക്കെ അടിച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ പെട്ടെന്ന് തന്നെ ആ ഒരു മാപ്പ് വരുന്നത് കേട്ടോ. ജസ്റ്റ് അവിടെ ക്രിക്കറ്റിന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ക്രിക്കറ്റിൻ്റെ മാപ്പ് വന്നിട്ടുണ്ട് ഇതുകൊണ്ട്. ഗൈസ് ഈ ഒരു ചേഞ്ച് നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ് കളിക്കുന്ന ഗെയിമേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിക്കെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ ഗെയിമിലേക്ക് പെട്ടെന്ന് അവർക്ക് കൊണ്ടുവരും കേട്ടോ. ഗൈസ് അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു ഏഞ്ചലിക്കിൻ്റെ ഒരു ഇവന്റ് വരുന്നുണ്ടെന്ന്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. പല സെർവറിലും വന്നതാണ്. ഇപ്പോൾ ഒരു സെർവറിൽ വന്നതാണിത്. നമ്മുടെ ഗെയിമിൽ ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഫയൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്ന് വരുമെന്ന് ഇതുവരെ കൺഫേം അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു സെർവറിൽ നോക്കുകയാണെങ്കിൽ അവർ ഏഞ്ചലിക്കിൻ്റെ 3 പാൻറ്റ് വീതമാണ് ഒരു ലക്കി ലെവലിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട് വരുന്ന സമയത്ത് ഒരു ഇമോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇമോട്ട് പലരും കണ്ടു കാണത്തില്ല. ജസ്റ്റ് ഒരു ഏഞ്ചലിക്കിൻ്റെ ഒരു ചെറിയ ചിറകൊക്കെ വെച്ചിട്ട് കാണത്തിലുണ്ട്. ഈ വീഡിയോക്ക് ഒന്ന് താഴെ കമൻറ്റ് ഇട്ടാൽ നമ്മൾ അടുത്ത വീഡിയോ ഉൾപ്പെടുന്നത് കേട്ടോ. ആ ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻകമൻറ്റിലായി കേട്ടോ കൺഫേം ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. സെക്കൻഡ് വീഡിയോ നോക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ നമുക്ക് ഒരു നിഞ്ച ബണ്ടിൽ വരുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ ബ്രേക്ക് ഡാൻസ് ബണ്ടിൽ നമ്മുടെ ഗെയിമിലോട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. പല സെർവറിൻ്റെയും മാജിക് ക്യൂബിൻ്റെ റെഡി സെക്ഷനിലും ഈ ഒരു ബ്രേക്ക് ഡാൻസ് ബണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗെയിമിൽ ഇപ്പോഴാണ് കുറേ നാൾക്ക് ശേഷം വരുന്നത്. അതിൻ്റെ കൂടി ഈ ഒരു നിഞ്ച ബണ്ടിലും കാണും കേട്ടോ. നമ്മുടെ ഗെയിമിൽ ഏകദേശം 8 ആനിവേഴ്സറി അനുബന്ധിച്ചായിരിക്കും ഈ ഒരു ബണ്ടിൽസ് രണ്ടും വരാൻ പോകുന്നത്. നിങ്ങൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും 8 ആനിവേഴ്സറി വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ലൈറ്റ് സെക്കൻഡ് ലൈറ്റ് ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും കൺഫേം അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ബണ്ടിൽസും വരാൻ വേണ്ടി നല്ലൊരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഓൾഡ് ചില ബണ്ടിൽസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും റിംഗ് ഇവന്റിൽ വരാൻ ചാൻസ് ഇല്ല. അല്ലാതെ എങ്ങനെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇനി നമുക്ക് നമ്മുടെ മെയിൻ മാറ്റർ ആയിട്ടുള്ള ആ ഒരു ടോക്കൺ ഉണ്ടല്ലോ, മറ്റേ കത്തി സിമ്പിളാക്കി വെച്ചിട്ടുള്ള. അപ്പോൾ കുറേ പേർക്ക് അറിയത്തില്ല എന്തിനാണ് ഈ ഒരു ടോക്കൺ നമുക്ക് തന്നേക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ കുറേ ടോക്കൺ ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം അത് എന്ത് ചെയ്യേണ്ടതെന്ന്. സോ ഗൈസ് ഇപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഗെയിമിൽ ബോയ് അവാർഡ്സ് എന്നൊരു ഇവന്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്രിയേറ്ററിനെ വെച്ചിട്ട് ഈ ക്രിയേറ്ററിന് വോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള KMC കൊമ്പനാണ് കേട്ടോ. എൻ്റെ അറിവിൽ KMC കൊമ്പനാണ്, വേറെ ആരും വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതൊരു വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് വോട്ട് ചെയ്യാം കേട്ടോ. സോ ഗൈസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വട്ടം വോട്ട് ചെയ്യാം. അതോടൊപ്പം 1, 2, 3 വട്ടമൊക്കെ വോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2, 3 വട്ടമൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടോക്കണാണ് ആ ഒരു കത്തി സിമ്പിൾ വെച്ചിട്ടുള്ള ആ ഒരു ടോക്കൺ കേട്ടോ. സോ ഗൈസ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായെങ്കിൽ എക്സാമ്പിൾ ഞാൻ KMC കൊമ്പന് ഒരു വോട്ട് ചെയ്തു. എനിക്ക് അതിൽ കൂടുതൽ 2, 3 വോട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ടോക്കൺ വെച്ചിട്ട് വോട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടോക്കൺ വെച്ചിട്ട് വോട്ട് ചെയ്യാൻ മാത്രം 2, 3 വോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഉപകാരം കേട്ടോ.